Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരവുകൾ നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ക്രമീകരിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. റബ്ബുൽ ഇസ്സത്തായ നാഥൻ ചെറുതും വലുതുമായ നമ്മുടെ അബദ്ധങ്ങൾ പുറത്തു വരികയും അവന്റെ മഹത്തായ ഔദാര്യമാകുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ ഇടം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് സന്തോഷം നൽകുകയും വീടുകളിലും മറ്റുമൊക്കെ അതിന്റെ ആഘോഷങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. 2 ദിവസം, ഒന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷാ ഫലവും ഇന്നലെ +2 പരീക്ഷാ ഫലവുമാണ് പ്രസിദ്ധീകരിച്ചത്. പരീക്ഷാ ഫലങ്ങളുടെ പ്രഖ്യാപനത്തിന് നമ്മുടെ നാട്ടിൽ സവിശേഷമായ രാഷ്ട്രീയ തലങ്ങളുണ്ട്. മക്കൾ പരീക്ഷ എഴുതി മക്കൾ നേടിയെടുക്കുന്ന വിജയ ശതമാനത്തിലുള്ള വർധനവ്, അത് കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, അതിനു മുന്നിൽ വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ മേഖലയുടെ ക്വാളിറ്റിയെ അളക്കുന്ന ചർച്ചകൾ, വിശകലനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. താരതമ്യേന മികച്ച വിദ്യാഭ്യാസവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഭരിച്ച ആളുകൾ, ഇവിടുത്തെ പ്രവാസികൾ, ഇവിടുത്തെ സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന, വിദ്യാഭ്യാസ ഇടപെടലുകൾ നടത്തുന്ന വലുതും ചെറുതുമായ വ്യക്തികൾക്കൊക്കെ ഈ നാടിനെ ആ ക്വാളിറ്റിയിലേക്ക് വഴി നടത്തിയതിൽ വലിയ പങ്കുണ്ട്. നമ്മുടെ മനസ്സിൽ അത്തരം ചില പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ടാവും, അള്ളാഹുവിലേക്ക് യാത്രയായി മടങ്ങിപ്പോയ ആളുകളൊക്കെ. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടാവുക, അതിന്റെ ഗുണം വർദ്ധിക്കുക, അതിന് സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെ വലിയ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, നന്മയിലേക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇനി ഉള്ള ദിവസങ്ങളിൽ മക്കളുടെ ഭാവി പഠനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. അവരുടെ താല്പര്യങ്ങൾ, അവർ തിരഞ്ഞെടുക്കേണ്ട മേഖലകൾ, എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുക, നല്ല ശമ്പളം കിട്ടുക, നല്ല കരിയർ ഉണ്ടാവുക, ഇങ്ങനെ യോഗ്യതകളും നേട്ടങ്ങളും വളർച്ചയും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കും. നല്ല വിജയം നേടിയവരുണ്ടാകും, കുറഞ്ഞ വിജയം നേടിയവരുണ്ടാകും, പരാജയപ്പെട്ടവരുണ്ടാകും. നമ്മളിപ്പോ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ ഇടവേളയിൽ നമ്മൾ കാണുന്നത് പരാജയപ്പെട്ടത് ആഘോഷിക്കുന്ന ഒരു പ്രവണതയാണ്.
വിജയം മാത്രമല്ല, പരാജയപ്പെട്ടവർക്കും ഇവിടെ സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ടുള്ള അതിന്റെ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവായ ആലോചനകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നു. വിജയിച്ചവന്റെയും പരാജയപ്പെട്ടവന്റെയും സ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആർക്കും തർക്കമൊന്നുമില്ല. അവർക്ക് ജീവിതമുണ്ട്, അവസരങ്ങളുണ്ട്, ഇതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അതേസമയം അക്കാദമികമായ വിജയങ്ങൾ, പരീക്ഷയിൽ വിജയിക്കുക, വലിയ മാർക്ക് വാങ്ങുക, റാങ്ക് വാങ്ങുക, ഇത് വില കുറച്ചു കാണേണ്ടതോ അല്ലെങ്കിൽ പരാജയവുമായുള്ള താരതമ്യത്തിൽ വരേണ്ടതോ ആയിട്ടുള്ളൊരു സംഗതിയൊന്നുമില്ല. അത് മക്കളുടെ കഴിവും അറിവും പരിശ്രമവും പ്രയത്നത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് അക്കാദമികമായ വിജയം. അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതൊരുന്നതമായ പദവിയായിട്ട് തന്നെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ല രീതി. അതേസമയം പരാജയപ്പെട്ടു പോയവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക, പുതിയ അവസരങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നതൊക്കെയാണ് ഈ ജയപരാജയ താരതമ്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇൽമുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ പഠനം, അറിവ്, വിജ്ഞാന സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ജയപരാജയങ്ങളെ വിലയിരുത്താനായിട്ട് സാധിക്കാം. ഈ അറിവ് എന്ന് പറയുന്ന ഒരു സാധനത്തെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ജയപരാജയവുമായി, നമ്മൾ പ്രകടമായ രൂപത്തിൽ അളക്കുന്ന ജയപരാജയവുമായി ബന്ധമില്ലാതെയാണ് പരിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ്. പരീക്ഷ എഴുതുക, ജയിക്കുക, തോൽക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല റാങ്ക് വാങ്ങുക, അങ്ങനെയല്ല. വലിയ പ്രാധാന്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അതറിയാം. വായന, ചിന്ത, ബുദ്ധി, അതനുസരിച്ചിട്ടുള്ള വിവേചനപരത, കഴിവ്, പ്രാപ്തി. ഈ ഖുർആൻ നമ്മളെപ്പോഴും പറയും, പരിശുദ്ധ ഖുർആൻ തുടങ്ങിയത് വായന ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്നല്ല, യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വിശ്വാസവും അറിവും അള്ളാഹു നിങ്ങളുടെ പദവികൾ ഉയർത്താൻ മാനദണ്ഡമായ രണ്ട് കാര്യങ്ങളാണ്. ഇത് ഇസ്ലാം അറിവിനെ കുറിച്ച്, ഇൽമിനെ കുറിച്ച് പറഞ്ഞതാണ്. സത്യവിശ്വാസം സ്വീകരിച്ചവരുടെയും അറിവ് നൽകപ്പെട്ടവരുടെയും പദവികൾ അള്ളാഹു ഉയർത്തുന്നതാണ്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യരാവുകയില്ല, ഒരുപോലെ ആവൂല. അപ്പൊ ആ കൂട്ടത്തിൽ ചിന്തിക്കുന്ന ആളുകൾ മാത്രം കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുള്ളൂ. അറിവുള്ള, ചിന്തിക്കുന്ന, വിശകലനം ചെയ്യുന്ന, അവലോകനം ചെയ്യുന്ന ആളുകളാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ആവശ്യപ്പെട്ടത് അറിവ് തരാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഇൽമുണ്ടാവാൻ, അറിവുണ്ടാവാനായിട്ട് ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ ചെയ്യുന്ന, ആവശ്യപ്പെടുന്ന ഖുർആൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ദുനിയാവിന്റെ ഒരു പണിയല്ല എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ. ആത്മീയമായൊരു സംഗതിയാണ്. പഠിക്കുക, മുഴുവൻ A+ നേടുക, അല്ലെങ്കിൽ മാർക്ക് വാങ്ങുക, വിജയിക്കുക, കരിയർ ഉണ്ടാവുക, ജോലി ചെയ്യുക, നല്ല ശമ്പളം വാങ്ങുക, ഇതെല്ലാം അങ്ങനെ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇപ്പൊ ഒരു വാപ്പ, ഞാൻ എന്റെ വരുമാനത്തിന്റെ നല്ലൊരു വിഹിതം എന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് മാറ്റിവെക്കും. നല്ലൊരു വിഹിതം, ഒന്ന് നമ്മൾ രോഗം ചികിത്സിക്കാനായിട്ട് നല്ലൊരു വിഹിതം മാറ്റിവെക്കും, രണ്ടാമത് മക്കളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് മാറ്റിവെക്കും. ഡോക്ടർക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമാണ് വലിയ ചെലവ് നമുക്ക് വരും. നമ്മൾ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കും, അതിന്റെ കടന്നു വന്ന വർഷങ്ങളിൽ അതിന്റെ പെർഫോമൻസുകൾ നോക്കും, അവിടുത്തെ അധ്യാപകരുടെ ക്വാളിറ്റി നമ്മൾ വിലയിരുത്തും, വിജയം വിലയിരുത്തും, വിജയ ശതമാനം വിലയിരുത്തും. എന്താണ് നമ്മളെ മക്കൾ അവിടെ ചേർക്കുക? പഠിച്ച് വളർന്ന് വലുതായ ആൺമക്കളെയും പെൺമക്കളെയും വിവാഹം ആലോചിക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള കുടുംബമാണോ നമ്മൾ നോക്കും? അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ പണിയെടുക്കുന്ന ആളുകൾ പറയും പഠിച്ച മക്കളാണ്. അല്ല, അവരുടെ ഉപ്പയും ഉമ്മയും വല്യപ്പ വല്യമ്മ ഇവരൊക്കെ
പഠിച്ചവരാണ്, നല്ല ജോലി ഉണ്ടായിരുന്നവരാണ്, ആ മേഖലയിൽ ഉയർന്നവരാണ്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ഇടപെടാനും പെരുമാറാനുമൊക്കെ മാന്യതയുള്ളവരാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ പഠിക്കാത്തവർക്ക് ഇതില്ല എന്നാണോ? കരിയർ ഇല്ലാത്തവർക്ക് ഈ മാന്യത ഇല്ല എന്നാണോ? അല്ല. അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ പറയും. ഖുർആൻ നമുക്കത് പറഞ്ഞു തരുന്നു. ഖുർആൻ എന്താണ് അറിവുള്ളവന്റെ മാന്യത എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെ മക്കളെ നമ്മൾ പഠിക്കാൻ വിട്ടു, നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ പഠനകാലത്താണ് അവന്റെ വ്യക്തിത്വവും ചിന്തയും നിലപാടുകളും രൂപപ്പെടുക. നമുക്കത് ബോധം വേണം. ഏത് ക്ലാസ്സിലാണെങ്കിലും നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാലാണ് മക്കളെങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങുക. ഞാൻ മനസ്സിലാക്കുന്നത് KG ക്ലാസുകൾ മുതൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി തുടങ്ങുന്ന ആ പ്രായവും സന്ദർഭവും സാഹചര്യവും മുതൽ സഹപാഠികൾ, അധ്യാപകർ വഴിയിൽ കാണുന്ന അലങ്കാരങ്ങളിലൂടെ പോലും നമ്മുടെ മക്കൾ സ്വാധീനിക്കപ്പെടുന്നുള്ളതാണ്. KG മുതൽ അവരുടെ സ്വഭാവത്തിൽ ആ മാറ്റം കാണും. അവരുടെ ജസ്റ്ററുകൾ, ബോഡി ലാംഗ്വേജുകൾ, സംസാരങ്ങൾ, സംശയങ്ങൾ, ചോദ്യങ്ങൾ, വളരെ ചെറിയ പ്രായത്തിൽ ഈ മാറ്റം നമ്മുടെ മക്കളിൽ കാണും. മതവിലാസവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ പാഠപുസ്തകത്തിന്റെ ഭാഗമാകുന്നു. അപ്പൊ നമ്മൾ അതിനെ എതിർത്തു. നമ്മൾ എതിർത്തതിന്റെ കാരണം രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, കുട്ടികളിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുമെന്നതുകൊണ്ടാണ്. ഭൂരിഭാഗവും വരുന്ന മതവിശ്വാസികൾ, ദീനുൽ ഇസ്ലാം മാത്രമല്ല, മറ്റു മതങ്ങളും ദർശനങ്ങളും, അപ്പൊ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അതിനെ നിരസിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന പാഠഭാഗങ്ങളെ മനുഷ്യന്മാര്, രക്ഷിതാക്കൾ എതിർക്കുന്നത് രാഷ്ട്രീയം വേറെയാണ്, നമ്മളിപ്പോ പറയുന്നില്ല. ഇത് കുട്ടികളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നതുകൊണ്ടാണ്. നമ്മളെ ഈ രാജ്യത്തെ, ഈ ദേശത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ, അവര് മലബാർ കലാപം അല്ലെങ്കിൽ മലബാർ ലഹള എന്നാണ് പേരിട്ടത്. അല്ലെങ്കിൽ ട്രെയിനിൽ ആളുകളെ കുത്തി നിറച്ച് പച്ചയായി കൊന്നുകളഞ്ഞതിന് അവര് ട്രാജഡി എന്നാണ് പേരിട്ടത്. ദുരന്തം. നമ്മളൊക്കെ സ്കൂൾ അങ്ങനെയാണ് പഠിച്ചത്. വാഗൻ ട്രാജഡി നമ്മളിങ്ങനെ പഠിക്കണം. 5 മാർക്കിന്റെ എസ്സേ വാഗൻ ട്രാജഡിയെ കുറിച്ച് എഴുതാണ്. അപ്പൊ ഇത് നമ്മളിൽ ചെലുത്തിയ ഒരു സ്വാധീനമുണ്ട്, മക്കളിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വാധീനമുണ്ട്. എന്താണ് ആ സ്വാധീനത്തിന്റെ പ്രശ്നം? ഞങ്ങൾ ബ്രിട്ടീഷുകാർ കുഴപ്പക്കാരായിരുന്നില്ല, ഈ നാട്ടിലെ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഈ ലഹളകൾക്കും ദുരന്തങ്ങൾക്കും സമരങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണമായത് എന്ന് പാഠഭാഗങ്ങളിലൂടെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതാണ്. ഇത് നമുക്ക് മനസ്സിലാവണം. അതിനാണ് ഇങ്ങനെ നിർത്തി പറയുന്നത്. ഫിർഔൻ തന്റെ നാട്ടിൽ തനിക്കെതിരാളിയായി വളരുന്ന ഒരു ആൺകുട്ടി ഉണ്ടാവരുത്, ആൺകുട്ടികളൊക്കെ കൊന്നുകളയണം. ഒരു ഉറുദു കവിയുടെ ഭാവനയിൽ അദ്ദേഹം ഫിർഔനിന്റെ ഈ നിലപാടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ചങ്ങാതി കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ് ചീത്തപ്പേര് സമ്പാദിച്ചത്? പകരം എന്ത് ചെയ്താൽ മതിയായിരുന്നു? അങ്ങനെ ജനിക്കുന്ന കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പണിതാൽ മതിയായിരുന്നു. എന്താ കാരണം? ഫിർഔൻ പണിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ ഫിർഔനിന് അനുകൂലമായി സ്വാധീനിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. നല്ല പേര്, സ്കൂൾ തുടങ്ങിയ ഫിർഔൻ. ഇപ്പൊ എന്താ പേരെന്താ? കൊന്നുകളഞ്ഞ ഫിർഔൻ, ചീത്തപ്പേര്. അതേസമയം ഒരു സ്കൂൾ തുടങ്ങിയിരുന്നെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയ ഫിർഔൻ, അദ്ദേഹത്തിന് തന്റേതായ രീതിയിൽ ആ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന്റെയും പഠനത്തിന്റെയും അറിവന്വേഷണത്തിന്റെയും മേഖലകളിലേക്ക് പറഞ്ഞയക്കുമ്പോ ഈ ആലോചനകൾക്കേറെ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാധീനിക്കപ്പെടും, അവരതിന്റെ ഭാഗമാക്കപ്പെടും. അപ്പൊ അങ്ങനെ സ്വാധീനിക്കപ്പെടാതെ അറിവന്വേഷണത്തിന്റെ തുടക്കവും ഒടുക്കവും പടച്ച റബ്ബിലേക്കാണ്, റബ്ബിൽ നിന്നാണ് എന്ന് പറഞ്ഞുറപ്പിച്ചിട്ട് വേണം മക്കളെ ഈ മേഖലയിലേക്ക് പറഞ്ഞേക്കാൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പടച്ചു, അല്ലെങ്കിൽ പടയ്ക്കാൻ പോവാണ്. മനുഷ്യനെയാണ് പറഞ്ഞേക്കുന്നത്. എന്തിനാണ് മനുഷ്യനെ പറഞ്ഞേക്കുന്നത്? മലക്കുകൾ അള്ളാഹിനോട് ആശങ്ക പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ സവിശേഷതയായി വിശദീകരിച്ചു, അവന് നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അറിവ് കൊടുത്തിട്ടുണ്ടെന്നുള്ള സൂചന മലക്കുകൾക്ക് കൊടുക്കുക. അവിടെയാണ് ക്വാളിറ്റിയെ നിർണയിച്ചത്. ഇവർ ചില്ലറക്കാരല്ല, ഗുണമുള്ള. എന്താണ് ഗുണം? അവർക്ക് അറിവ് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടാണ് മനുഷ്യനെ പടച്ചത്. സ്വർഗത്തിലാണ് മനുഷ്യൻ. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അറിവിന്റെ രണ്ടാമത്തെ ഘട്ടം പടച്ചവൻ അവിടെ കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു ക്വാളിറ്റിയുണ്ട്, ഒരു ഗുണമുണ്ട്, അത് ജീവിതത്തിൽ പ്രധാനമാണ്. ആ ക്വാളിറ്റിയിൽ കോട്ടം തട്ടിയാൽ തിരുത്തുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യ നിന്നെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ അറിവാണ്. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ഖുർആൻ ഏതോ ഒരു അവസ്ഥയിൽ ഏതോ ഒരു ചരിത്രം പറയാൻ വേണ്ടി പഠിപ്പിച്ചതല്ല, ഇൽമുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താൻ വേണ്ടി പഠിപ്പിച്ചതാണ്. അറിവ് നിങ്ങളുടെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നു. ആ ക്വാളിറ്റിയിൽ കുറവ് സംഭവിച്ചാൽ തിരുത്തുകയും പശ്ചാത്തപിക്കുകയും ചെയ്യണമെന്ന പാഠം അറിവിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് തരികയാണ്. ഇത് അള്ളാഹിനെ കുറിച്ചുള്ള ആലോചന ഉണ്ടാക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാക്കും. എല്ലാ അറിവും തുടങ്ങുന്നതും തിരിച്ചെത്തുന്നതും അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ആലോചന നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാവും, നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതിന്റെ ഗുണം എന്താണ്? ഇതിന്റെ ഗുണം നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മഴയെക്കുറിച്ച് പറഞ്ഞു. മഴയാണ് അതിന്റെ ഗുണം. അങ്ങനെയാണോ? മഴ പെയ്യുന്നു, എങ്ങനെയാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ അതിന്റെ രീതികൾ പറയുന്നുണ്ട്. ഈ പെയ്യുന്ന വെള്ളത്തിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഖുർആനും അതിന്റെ പ്രക്രിയ നമുക്ക് മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഖുർആൻ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നെയാണ്, മഴ തരുന്നത് അള്ളാഹു മാത്രമാണ്. ഇതാണ് ഒന്നാമത്തെ അറിവ്, ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്ന അറിവ്. കടലിലെ ഉപ്പുള്ള വെള്ളം ശുദ്ധജലമായ മഴയായി വർഷിപ്പിക്കാൻ കഴിയുന്നത് റബ്ബാണ്. നിങ്ങൾ നോട്ട് ചെയ്തോളിട്ടാ, അടുത്ത ഞാൻ പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പഠിപ്പിച്ചു തരികയാണ്. ഒരു മനുഷ്യൻ മരുഭൂമിയിൽ ദാഹിച്ച് വലഞ്ഞ് വെള്ളമന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ ഒരു കിണർ കണ്ടെത്തി. കിണറിൽ താഴെ കുറച്ച് വെള്ളമുണ്ട്. പ്രയാസപ്പെട്ട് അതിൽ ഇറങ്ങി മതിയാവോളം അദ്ദേഹത്തിന് ആവശ്യമുള്ള വെള്ളം അതിൽ നിന്ന് കുടിച്ചു. ദാഹമച്ചു. കയറി വന്നപ്പോ ഒരു നായ ദാഹിച്ച് മണ്ണ് കപ്പുന്നതാണ് കാണുന്നത്. ഈ മനുഷ്യൻ ആലോചിച്ചു, കുറച്ചു മുമ്പ് ഞാൻ അനുഭവിച്ച ദാഹമാണ് ഈ നായയെ മണ്ണ് കപ്പുന്ന അവസ്ഥയിൽ ഇവിടെ എത്തിച്ചത്. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്യാം? നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കല്ലെടുത്ത് നായയെ എറിഞ്ഞ് അതിന്റെ ശല്യം ഒഴിവാക്കി അതിനെ ആട്ടിപ്പായിക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥയിലൂടെ പറയുന്നു, മനുഷ്യൻ വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങി അദ്ദേഹം ധരിച്ചിരുന്ന കാലുറയിൽ വെള്ളം നിറച്ചു കയറി വന്ന് അത് ആ നായക്ക് കൊടുത്തു. അതിന് വെള്ളം കൊടുത്ത് അതിന്റെ ദാഹമകറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാൾ സ്വർഗത്തിലാണ്, അയാൾ സ്വർഗത്തിലാണ്. ഇതെന്തിനാണ് നമ്മൾ പറഞ്ഞത്? വെള്ളം ഉണ്ടാകുന്ന എങ്ങനെയെന്ന് പഠിച്ചാ പോരാ, അറിവ്. വെള്ളം തരുന്നത് റബ്ബാണ് എന്നും പഠിച്ചാ പോരാ. ആ വെള്ളം ദാഹിക്കുന്നവർക്ക് നൽകലാണ് എന്റെ അറിവിന്റെ ക്വാളിറ്റിയുടെ പ്രതിഫലനം എന്നുകൂടി പഠിക്കാൻ, അങ്ങനെ ഒരു സിലബസ് മനസ്സിലാക്കാനും രൂപപ്പെടുത്താനും നമുക്ക് കഴിയണമെന്ന്. വെള്ളമുണ്ട്, എനിക്ക് കുടിച്ചു, എന്റെ ദാഹം അകറ്റി, ഈ ജന്തുവിന്റെ ഈ ജീവിയുടെ ദാഹം കൂടി അകറ്റാനുള്ള ഇൽമ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സിലബസാണ്. പ്രായോഗികമായ അറിവ്, ഉപകാരപ്രദമാകുന്നത്, അങ്ങനെയാണ് ദുആ ചെയ്യുക. ഇൽമൻ നാഫിയ. ഇസ്ലാം അങ്ങനെയാണ് മനുഷ്യനോട് പഠിപ്പിച്ചത്. ഉപകാരപ്പെടുന്ന അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. അവിടെ കൊണ്ട് തീർന്നോ? എന്റെ കിണറ്റിൽ വെള്ളം അത് ഞാൻ ഊറ്റിയെടുത്താൽ ചുറ്റുപാടുമുള്ളവർക്കുള്ള വെള്ളത്തിന്റെ അളവിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ഊറ്റാൻ പാടില്ല. ഇതൊരു അറിവാണ്, പ്രായോഗികമായ അറിവാണ്, ഉപകാരപ്രദമായ അറിവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഹോസ്റ്റലില് ഒരു കുട്ടിയെ അടിച്ച് മർദ്ദിച്ച് കൊന്നുകളഞ്ഞൊരു സംഭവം അതെവിടെ നടന്നറിയും? വെറ്റിനറി കോളേജിലാണ്. വെറ്റിനറി കോളേജ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ടാക്കുന്ന സ്ഥാപനം. മനുഷ്യന്മാരെ ചികിത്സിക്കുന്നവരല്ല, മൃഗങ്ങളെ ചികിത്സിക്കുന്ന, ശുശ്രൂഷിക്കുന്ന. അപ്പോ മനുഷ്യന്മാരെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ മാനസികമായ ദയയും അലിവും കാരുണ്യവും ഒക്കെ സാധാരണ കിട്ടൂലല്ലോ ജന്തുക്കളോട്, ജീവിജാലങ്ങളോട് കാണിക്കാൻ. അങ്ങനെ കാണിക്കാൻ പഠനവും പരിശീലനവും ലഭിക്കുന്ന മക്കളാണ് സ്വന്തം സഹപാഠിയെ ക്രൂരമായി അടിക്കുകയും മർദ്ദിക്കുകയും അതുവഴി മരണപ്പെടുകയും ചെയ്തു. എവിടെയാണ് സിലബസ് നിർണയിച്ചത്? എവിടെയാണ് അവർ പഠിച്ചതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടത്? ആ ഒരു താരതമ്യം മാത്രം മതിയല്ലോ. ജന്തുക്കളോട്, ജീവികളോട് അനുകമ്പയും ദയവും കാണിക്കേണ്ട ഡോക്ടർ, മൃഗഡോക്ടർ, ഇവര് സ്വന്തം സഹപാഠിയായ മനുഷ്യനോട് കാണിച്ച ക്രൂരത. അപ്പൊ ഈ അറിവ് പ്രയോഗത്തിൽ എവിടെ പോയി? ഉപകാരത്തിൽ എവിടെ പോയി? സ്വഭാവത്തിൽ എവിടെ പോയി? നിലപാടുകളിൽ എവിടെ പോയി? അതാണ് നമ്മൾ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൽ നിന്ന് തുടങ്ങണം, വിശ്വാസത്തിൽ നിന്ന് തുടങ്ങണം. ഏതറ്റം വരെയും അറിവന്വേഷിച്ച് നമുക്ക് പറക്കാം, യാത്ര ചെയ്യാം. അതൊക്കെ സുന്നത്ത് കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം സ്വീകരിക്കുന്നതാണ്.
പറന്ന് അറിവ് നേടുക. എത്ര വയസ്സുവരെയും പഠിക്കുക, കണ്ടെത്തിക്കൊണ്ടിരിക്കുക, ജിജ്ഞാസയുണ്ടാവുക അറിവിനെ കുറിച്ച്. ഇതൊന്നും പോരാ, ഇനിയും അറിവ് ശേഖരിക്കുക. അതെല്ലാം ചുറ്റിത്തിരിഞ്ഞ് ചേർത്തു വെക്കേണ്ടത് പടച്ചറബിലേക്ക് തന്നെയാണ്. ഈ ഒരു ബോധം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം അവരുടെ വിജയത്തിന് വേണ്ട ആഘോഷങ്ങൾ നമ്മൾ നടത്തണം. അവരുടെ പരാജയത്തിന് ആവശ്യമായ തിരുത്തലുകൾ, മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.